നമസ്കാരം. ഭരണം നഷ്ടമാകുമെന്ന് ഉറപ്പായതോടെ നിരീശ്വരവാദികൾ ഇപ്പോൾ അമ്പലത്തിൽ തന്നെയാണ്. കാരണം അടുത്ത സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻ സർക്കാരിനെതിരെ ഒരു അന്വേഷണമുണ്ടാകും, വിജിലൻസ് അന്വേഷണമുണ്ടാകും. വേണ്ടി വന്നാൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കും. കാരണം 10 വർഷമാണ് പിണറായി സർക്കാർ കേരളം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ അഴിമതികളുടെ ഒരു കൂമ്പാരം തന്നെ, അതായത് അഴിമതികളുടെ ഒരു സർവകലാശാല തന്നെ മിക്കവാറും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടാതെ അറസ്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ആത്മീയതയിലേക്കും ഭക്തിയിലേക്കുമായിരിക്കും ഇനി CPM നേതാക്കളും കമ്മികളും പോവുക. ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒളിച്ചും പാത്തുമൊക്കെ നേതാക്കൾ ഗണപതി ഹോമം നടത്തുകയും പൂജകളൊക്കെ ചെയ്യുകയും അമ്പലത്തിലൊക്കെ പോവുകയും ഫ്ലാറ്റിലൊക്കെ ആയിട്ട് ഓരോ പൂജകളൊക്കെ ആയിട്ട് അങ്ങനെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. കാരണം പുറത്താരും അറിയാൻ പാടില്ല. കാരണം CPM എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ്. ഇപ്പോൾ പുറത്താരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്. പിന്നെ അവർക്ക് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അതുകൊണ്ടാണ് ആരും അറിയാതെയും ഒക്കെ ഇത്രയും കാലം ഒളിച്ചും പാത്തുമൊക്കെ അമ്പലങ്ങളിൽ ദർശനം നടത്തിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി ദർശനം നടത്താതെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നല്ല 8ന്റെ പണി പിന്നാലെ വരുന്നുണ്ട്. അത് ഈ മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി നല്ലൊരു പണി വരുമെന്ന് തന്നെ ഏതോ ഒരു ജോത്സ്യൻ അല്ലെങ്കിൽ ഏതോ ഒരു കണിയൻ തന്നെ കുറിച്ച് കൊടുത്തിട്ടുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ CPM നേതാക്കളെല്ലാം കൂടെ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ശിവൻകുട്ടി ആദ്യമായിട്ട് നെറ്റിയിൽ കളവക്കുറി ചാർത്തുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അടുത്ത ഭരണം മിക്കവാറും UDFന്റെ കയ്യിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയന്റെ മകൻ തന്നെ ഇപ്പോൾ അമ്പലത്തിൽ ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. അതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ, അതും കുടുംബസമേതം. ഒരു VIP-യുടെ മകൻ ദർശനത്തിന് എത്തുമ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ എടുക്കും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അത് വാർത്തയാക്കുകയും ചെയ്യും. അത് പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ ഏതെങ്കിലും ഒരു 2 കോളത്തിൽ ഒരു വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യും. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളും ഉടൻ സ്ഥലത്തെത്തുകയും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ ഒരു സംഘം ആളുകൾ ചേർന്ന് സ്വകാര്യ ചാനലിന്റെ പ്രാദേശിക ലേഖകനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇവരുടെ കൂടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാനും ആ പ്രാദേശിക ലേഖകനെ മർദ്ദിച്ചു എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഗുരുവായൂരിലെ ദേവസ്വം ജീവനക്കാർക്കെതിരെ പല തവണ വ്യാപകമായ പരാതികൾ ഭക്തർ തന്നെ ഉന്നയിക്കാറുണ്ട്. കാരണം അവരുടെ സ്വഭാവ രീതി തന്നെ ഭക്തർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ എപ്പോഴും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പരാതി തന്നെ ഭക്തർ തന്നെ ഉന്നയിക്കാറുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അവർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. അതോടെ ഇതിന്റെ ജോലിയുടെ ഭാഗമാണെന്നും VIP സന്ദർശനം എന്ന നിലയിലാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആ പ്രാദേശിക ലേഖകൻ അറിയിച്ചു. സ്വകാര്യ സന്ദർശനമായതിനാൽ വാർത്തയാക്കരുത് എന്ന് ആവശ്യപ്പെട്ടാൽ അത് പരിഗണിക്കാമെന്നും, എന്നാൽ ദൃശ്യങ്ങൾ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവകാശവുമില്ല എന്നാണ് മാധ്യമപ്രവർത്തകൻ വാദിച്ചത്. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് റിപ്പോർട്ടർ അവിടെ നിന്ന് നടന്നു പോയെങ്കിലും മുഖ്യമന്ത്രിയുടെ മകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും സുമേഷ് എന്ന ദേവസ്വം വാച്ച്മാനും റിപ്പോർട്ടറെ പിടികൂടി കൂടാതെ മർദ്ദിച്ചു എന്നാണ് ആ പ്രാദേശിക ലേഖകൻ പറയുന്നത്. റിപ്പോർട്ടറുടെ പിൻകഴുത്തിന് പിടിക്കുകയും ഷർട്ടിന്റെ കോളറിൽ തൂക്കി ബലമായി വലിച്ചിഴക്കുകയും ചെയ്തു. ഒരു മോഷ്ടാവിനെ പിടികൂടിയതിന് സമാനമായ രീതിയിൽ തന്നെ ജനം മധ്യത്തിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചുവെന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. കൂടാതെ ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുള്ള അതിക്രമണത്തിനെതിരെ പരാതി നൽകുന്ന കാര്യത്തിൽ മാധ്യമ സ്ഥാപനവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് റിപ്പോർട്ടർമാരും പ്രാദേശിക ലേഖകന്മാരും പ്രതിഷേധം ശക്തമാക്കിയതോടെ ഇന്നലെ തന്നെ ഗുരുവായൂർ പോലീസ് സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കൂടാതെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറെ ബന്ധപ്പെടുകയും ചെയ്തു. ക്ഷേത്രത്തിനുള്ളിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാർ നടപടിയെ ന്യായീകരിച്ചത്. എന്നാൽ ഇന്നലെ തന്നെ ഗുരുവായൂർ ടെമ്പിളിലെ CI ആ റിപ്പോർട്ടറെ വിളിക്കുകയും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രാദേശിക ലേഖകൻ പറഞ്ഞത്, ഞാൻ മാധ്യമ സ്ഥാപനവുമായി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇന്ന് പറയാം, അതിനുശേഷമുള്ള ഒരു തുടർ നടപടി എന്താണ് എന്ന് സ്ഥാപനം പറയുന്നതനുസരിച്ച് മൂവ് ചെയ്താൽ മതി എന്നാണ് റിപ്പോർട്ടർ പറഞ്ഞത്. അപ്പോൾ പോലീസ് പറഞ്ഞത്, എങ്കിൽ ശരി, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് അറിയിക്കുക, എന്താണ് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു നടപടി, ഇതിനുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് അറിയിക്കാനായിട്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൻ വന്നത്
രാത്രിയാണ്, അതായത് 6 മണിക്കാണ് സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടൊക്കെ മൂടി ആ ഒരു സമയത്താണ് വന്നത്. അത് ആരും കാണാനും പാടില്ല, തിരിച്ചറിയാനും പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അതായത് ഇനി അങ്ങോട്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി മിക്കവാറും ഇനി CPM തന്നെ ഒരു പ്രത്യേക ഭജനാ സംഘവുമായിട്ടും അല്ലെങ്കിൽ അവർ തന്നെ ഇനി അമ്പലങ്ങളിൽ നീണ്ട നിരയിൽ ഭക്തിയുമൊക്കെ ആയിട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു തുടക്കം തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ തന്നെ അതിനൊരു തിരികൊളുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ.